ഗൈസ്, ഇന്ന് നമുക്ക് ഇലയൊന്നും ഇല്ലാതെ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. ഇവരാണ് നമ്മുടെ ഹീറോ. ആദ്യം തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കാം. ഇനി വെളുത്തുള്ളി ചതച്ചെടുക്കാം. അതേപോലെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കാന്താരി കൂടി ചതച്ചെടുക്കാം. അയിലമീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അവന്റെ ദേഹത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തേച്ച് പുരട്ടിയെടുക്കാം. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമ്മുടെ സ്പെഷ്യൽ ആളായിട്ടുള്ള കാന്താരി മുളക് ചതച്ചതും കൂടി ഇട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അയില ഈ ഉള്ളിയുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ എല്ലാ മുകളിൽ കൂടെ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് സമയം ഇത് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ മീനൊക്കെ വെന്ത് ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടെ കുറച്ച് വറ്റൽമുളക് പൊടിച്ചത് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഭംഗിക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പില ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ അയില പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും അപ്പാര ടേസ്റ്റ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം അയില കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.